ഹലോ ലേണേഴ്സ്. ഇനി ആനക്കാര്യത്തിനിടയ്ക്ക് ചേനക്കാര്യം എന്ന ടൈപ്പിലുള്ള ആർഗ്യുമെന്റ് കേൾക്കുമ്പോൾ ഒന്നും നോക്കണ്ട, ഉറക്കെ വിളിച്ച് പറഞ്ഞേക്കണം, ഇഗ്നറൻഷ്യോ LNG ടൈപ്പിലുള്ള ഫാലസിയാണ് ഈ ആർഗ്യുമെന്റ്. അതെ, പലതരം ടൈപ്സ് ഓഫ് ഫാലസീസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അഡ് ഹോമിനം, സ്ട്രോമാൻ, അപ്പീൽ ടു ഇഗ്നറൻസ്, ഫോൾസ് ഡിലേമ, സ്ലിപ്പറി സ്ലോപ്പ്, സർക്കുലർ ആർഗ്യുമെന്റ്, ഹേസ്റ്റി ജനറലൈസേഷൻ, റെഡ് ഹെറിംഗ് എന്നിങ്ങനെ 8 തരം ടൈപ്സ് ഓഫ് ഫാലസീസിനെ പറ്റി, ഇൻഫോർമൽ ഫാലസീസിനെ പറ്റി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം അത് പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടി കുറച്ചധികം മൾട്ടിപ്പിൾ ചോയ്സും ഈ വീഡിയോയുടെ ഒടുവിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഫോർമൽ ഫാലസി, ഇൻഫോർമൽ ഫാലസി എന്ന് കണ്ടിട്ടില്ലാത്തവർ ഇതിന്റെ തൊട്ട് മുൻപത്തെ വീഡിയോ ദയവായി കാണേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ലോജിക്കൽ റീസണിങ്ങിന്റെ മറ്റു വീഡിയോകളും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ടു ക്വർക്ക് ഫാലസി, കോസൽ ഫാലസി, ഫാലസി ഓഫ് സങ്ക് കോസ്റ്റ്, അപ്പീൽ ടു അതോറിറ്റി, ഇക്വിവൊക്കേഷൻ, അപ്പീൽ ടു പിറ്റി, ബാൻഡ് വാഗൺ ഫാലസി എന്നുള്ളവ. സെക്കൻഡ് പാർട്ട് ലഭിക്കുവാനായി ബെല്ലൈക്കൺ തീർച്ചയായും ആക്ടിവേറ്റ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. വെൽക്കം ടു അനദർ ക്ലാസ് ഓഫ് I+ ട്രെയിനിങ് സൊല്യൂഷൻസ്. എന്താണ് അഡ് ഹോമിനം? അഡ് ഹോമിനം ഈസ് ലാറ്റിൻ ഫോർ എഗെയിൻസ്റ്റ് ദ മാൻ. ഇത്തരം ഫല്ലസിയിൽ, ഇത്തരം ആർഗ്യുമെന്റുകളിൽ ഇൻസ്റ്റെഡ് ഓഫ് അഡ്വാൻസിങ് ഗുഡ് സൗണ്ട് റീസണിംഗ്, അഡ് ഹോമിനസ് റീപ്ലേസ് ലോജിക്കൽ ആർഗ്യുമെന്റേഷൻ വിത്ത് അറ്റാക്ക് ലാംഗ്വേജ് അൺറിലേറ്റഡ് ടു ദ ട്രൂത്ത് ഓഫ് ദി മാറ്റർ. എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ ഒന്നും പരിഗണിക്കാതെ ആർഗ്യുമെന്റ് ചെയ്യുന്ന വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്ത് വാദങ്ങളിൽ ജയിക്കുക. ഇതാണ് സിമ്പിളായി പറഞ്ഞാൽ അഡ് ഹോമിനം. ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, റിയൽ ലൈഫിൽ ഇത്തരം ആർഗ്യുമെന്റുകൾ കേൾക്കുമ്പോൾ ഉറക്കെ പറയാൻ സാധിച്ചില്ലെങ്കിലും മനസ്സിലെങ്കിലും ഇത് അഡ് ഹോമിനം ആർഗ്യുമെന്റ് ആണ് എന്ന് ഓർത്തിരുന്നാൽ ഫലസികൾ വളരെ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ 15 ടൈപ്പ് ഫലസികൾ ഓർത്തു വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പഠിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി പ്രാക്ടിക്കൽ ലൈഫിൽ ആർഗ്യുമെന്റുകൾ ധാരാളം ടിവിയിലും കുടുംബത്തിലും ഒക്കെ ആയിട്ട് നമ്മൾ കേൾക്കും, അല്ലെ കൂട്ടുകാരുടെ ഇടയിലും ഒക്കെ ആയിട്ട് കേൾക്കുമ്പോൾ ഇത് ഏത് തരം ആർഗ്യുമെന്റ് ആണെന്ന് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ശീലം കുറച്ച് നാളത്തേക്ക്, കുറച്ച് ആഴ്ചകളിലേക്ക് ഒന്ന് വളർത്തിയെടുത്താൽ ഒരിക്കലും മറക്കാത്ത വിധം ഫാലസീസ് നിങ്ങൾക്ക് പഠിച്ചിരിക്കാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ഉറപ്പാണ്. ഇറ്റ് ഈസ് എ ഫാലസി ഓഫ് റെലവൻസ് where someone rejects or criticizes another person's view on the basis of personal characteristics, background, physical appearance or other features irrelevant to the argument at issue. ആർഗ്യുമെന്റിന് പുറമെ മറ്റ് വ്യക്തിയെ പറ്റി, അദ്ദേഹത്തിന്റെ വ്യൂവിനെ പറ്റിയാകാം, അല്ലെങ്കിൽ അവർ വന്ന ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയാകാം, ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റിയാകാം, മറ്റെന്തെങ്കിലും പറഞ്ഞ് ആ വ്യക്തിയെ പോയിന്റ് ഔട്ട് ചെയ്ത് അറ്റാക്ക് ലാംഗ്വേജ് ഉപയോഗിച്ച് ആക്രമിക്കുന്ന ടൈപ്പ് ആർഗ്യുമെന്റ് ആണ്, ആ ഫലസിയാണ് അഡ് ഹോമിനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. That face cream can't be good. Mr. XYZ or Miss XYZ is selling it. വിൽക്കുന്ന വ്യക്തിയെ സൂചിപ്പിച്ച് ഇപ്പോൾ ഒരു പരസ്യം കാണുക, ഈ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഇന്ന ആളല്ലേ, അപ്പോൾ ആ പ്രോഡക്റ്റ് മോശമായിരിക്കും. ഇത്തരം ആർഗ്യുമെന്റുകൾ, ഇത്തരം ആർഗ്യുമെന്റിലെ ഫലസിയാണ് അഡ് ഹോമിനം എന്ന് പറയുന്നത്. അടുത്തൊരു ഉദാഹരണമാണ് ഡോണ്ട് ലിസൺ ടു VP Set's ഒപ്പീനിയൻ. ഒരു പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ചു. ഒപ്പീനിയൻ ഓൺ CBCS, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തതാണ്. ഷീ ഓർ ഹി ഈസ് നോട്ട് ദ ബ്രൈറ്റസ്റ്റ് പേഴ്സൺ ഇൻ ദ എക്സാം ബോർഡ്. ഒരു വ്യക്തി ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തെ പറ്റി ഒരു ഒപ്പീനിയൻ പറഞ്ഞു. അപ്പോൾ മറ്റൊരാൾ ആ ആർഗ്യുമെന്റിനെ നള്ളിഫൈ ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയൊരു ആർഗ്യുമെന്റ് വെക്കുകയാണ്, ഈ പറഞ്ഞത് കേൾക്കേണ്ട ആവശ്യമില്ല, കാര്യം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആൾ അത്ര ബുദ്ധിയുള്ള ആളൊന്നുമല്ലെന്ന്, ബ്രൈറ്റസ്റ്റ് പേഴ്സൺ എന്നുള്ളതിലൂടെ ബുദ്ധിയുള്ള ഒരാളല്ല എന്ന് പറഞ്ഞ് ആ ആർഗ്യുമെന്റിനെ റിജക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നടന്ന ആർഗ്യുമെന്റിലെ ഫലസി അഡ് ഹോമിനമാണ്. ആർഗ്യുമെന്റിലെ പോയിന്റുകളെ പറ്റി പറയുന്നതിന് പകരം വ്യക്തികളെ ആക്രമിച്ച് അതിനെ തെറ്റാണെന്ന് സ്ഥാപിക്കുവാനോ ശ്രമിക്കുന്നതിനെയാണ് അഡ് ഹോമിനം ഫലസി എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ട്രോമാൻ. ഇൻ ദ സ്ട്രോമാൻ ഫലസി, someone attacks a position the opponent doesn't really hold. നമ്മളൊന്നും പറയാത്ത ഒരു വാദമുഖത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് സ്ട്രോമാൻ ഫലസി. ഇത് ഉപയോഗിക്കുന്നതിലൂടെ സ്ട്രോമാൻ ഫലസി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അവരുടെ വാദമുഖങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കും. ഇൻസ്റ്റെഡ് ഓഫ് contending with the actual argument, he or she
instead attacks the equivalent of a lifeless bundle of straw, which the opponent never intended upon defending anyway. സ്ട്രോമാൻ എന്ന് പറഞ്ഞാൽ കച്ചി മനുഷ്യൻ എന്ന് റഫായിട്ട് മലയാളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോലം എന്ന് വയലിൽ വെക്കുന്ന കോലം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ ആ വ്യക്തി പറയുന്ന പോയിന്റിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇമാജിൻ ചെയ്ത് വേറൊരു പോയിന്റിൽ ആ വ്യക്തി അറ്റാക്ക് ചെയ്യാം. ഇതൊരു ലോജിക്കലായിട്ടുള്ള ഐഡിയയെ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ ആ പോയിന്റിനെ നമ്മൾ ആരെയാണോ അറ്റാക്ക് ചെയ്യുന്നത് അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. പ്രസിഡന്റ് ട്രംപ് ഡസന്റ് ഹാവ് മിഡിൽ ക്ലാസ് അമേരിക്കൻസ് ഇൻ മൈൻഡ്. ഹീ ഈസ് പാർട്ട് ഓഫ് ദ അപ്പർ എഷലോൺ ഓഫ് അമേരിക്ക. ഉയർന്ന ക്ലാസ്സിലാണ് ട്രംപ് ജനിച്ചത്, അല്ലെങ്കിൽ ആ കാറ്റഗറി. വലിയ ബിസിനസ്മാൻ ആയിരുന്നല്ലോ, ഇപ്പോഴും ബിസിനസ്മാൻ ആണ്. ആ കാറ്റഗറിയിൽ നിന്ന് വരുന്നത് കൊണ്ട് പ്രസിഡന്റിന് മിഡിൽ ക്ലാസ് അമേരിക്കൻസിനെ പറ്റി ഒരു ശ്രദ്ധയുമില്ലെന്നാണ് ആർഗ്യുമെന്റ്. ഇവിടെ മിഡിൽ ക്ലാസ് അമേരിക്കനെ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം ട്രംപ് പറയുന്ന പോയിന്റ് മിഡിൽ ക്ലാസ് അമേരിക്കൻസിനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പോയിന്റിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നത് ട്രംപ് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കാത്ത, അദ്ദേഹം അപ്പർ എഷലോണിലാണ് വന്നതെന്ന് ട്രംപ് നിരസിക്കുന്നില്ല. ആ ആർഗ്യുമെന്റ് ഈ ചർച്ചയുടെ ഭാഗവുമല്ല. TV ചർച്ചകളിൽ പലപ്പോഴും കാണാം, ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്, അതിന് മറുപടി പറയാതെ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചർച്ച തുടരുന്നത്. ഇത് സ്ട്രോമാന് ഉദാഹരണമാണ്. ഒരു വ്യക്തി തന്നെ രണ്ട് വാദമുഖങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. എനിക്ക് തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ ഒന്നാമത്തെ അഭിപ്രായത്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ എൻ്റെ രണ്ടാമത്തെ അഭിപ്രായത്തെ ഡിഫെൻഡ് ചെയ്യാനായി ശ്രമിക്കുന്നില്ല. പക്ഷേ ചർച്ച നടക്കുമ്പോൾ എൻ്റെ ഒന്നാമത്തെ ആശയത്തെ ഖണ്ഡിക്കുവാൻ വേണ്ടി സ്ട്രോമാൻ ഫലസി ഉപയോഗിക്കുന്ന ആൾ ഒന്നാമത്തെ ആശയത്തെ പറ്റി ഒന്നും പറയാതെ അതിനെ സാധൂകരിക്കാൻ ഞാൻ ഡിഫെൻഡ് ചെയ്യാത്ത, ഞാൻ പ്രതിരോധിക്കാൻ ശ്രമിക്കാത്ത രണ്ടാമത്തെ ഐഡിയയെ അറ്റാക്ക് ചെയ്യുന്നു. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് അപ്പീൽ ടു ഇഗ്നറൻസ്. ഇത് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന ഫലസിയാണ്. These fallacies occur when someone asserts a claim that must be accepted because no one else can prove otherwise. ഇത് തെറ്റാണെന്ന് ആർക്കും സാധൂകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇഗ്നറൻസിനെ അപ്പീൽ ചെയ്യുന്ന ഫലസിയാണിത്. ബാക്കി ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ശരി. എനി ടൈം ഇഗ്നറൻസ് ഈസ് യൂസ്ഡ് as a major premise in support of an argument, it is liable to be fallacious appeal to ignorance. ഉദാഹരണം നോക്കാം. നിങ്ങളുടെ വിശ്വാസം ഏതുമാകട്ടെ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. People have been praying to God for years. No one can prove she or he doesn't exist. Therefore, she or he exists. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്കും ദൈവം ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ദൈവമുണ്ട്. ഇതാണ് ഇഗ്നറൻസിന് അപ്പീൽ ടു ഇഗ്നറൻസ് ഫലസി. ഇത്തരം ഫലസികളായിരിക്കും. അടുത്തതാണ് ഫോൾസ് ഡിലേമ ഓർ ഫോൾസ് dichotomy. This fallacy has a few other names: black and white fallacy, either or fallacy, false dichotomy and bifurcation fallacy. ഇവിടെ രണ്ട് ചോയ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആർഗ്യുമെന്റ് മുന്നോട്ട് പോകുന്നു. അത്തരം ഫലസികളാണ് ബൈഫർക്കേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതിന്റെ ഇടയ്ക്കൊന്നുമില്ല, ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്. ഈ രണ്ട് ചോയ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആർഗ്യുമെന്റ് മുന്നോട്ട് പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിലോ this line of reasoning fails by limiting the option to 2 when there are in fact more options to choose from. ഈ ആർഗ്യുമെന്റിൽ 2, 3, 5, 10, 50, 100 ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസിന്റെ കോമ്പിനേഷൻസ് ഉണ്ടാകും. പക്ഷേ ഫോൾസ് ഡിലേമയിൽ പറയുന്നു, അത്തരം ആർഗ്യുമെന്റിൽ, ഫെലേഷ്യസ് ആയിട്ടുള്ള ആർഗ്യുമെന്റിൽ പറയുന്നു രണ്ട് ചോയ്സ് ആണുള്ളത്, ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന്. അങ്ങനെ വരുന്ന ഫലസിയാണ് ഫോൾസ് ഡിലേമ എന്നുള്ളത്. In Latin America, only 2 countries offer travel and tourism options: Mexico and Guatemala. ലാറ്റിൻ അമേരിക്കയിൽ വളരെയധികം കൺട്രീസ് മെക്സിക്കോയ്ക്കും ഗോട്ടിമാലയ്ക്കും പുറമേ ഉണ്ട്. പക്ഷേ ഈ ഫലേഷ്യസ് ആയിട്ടുള്ള ആർഗ്യുമെന്റിൽ പറയുന്നു മെക്സിക്കോയും ഗോട്ടിമാലയും മാത്രമാണ് ട്രാവൽ ആൻഡ് ടൂറിസം ഓപ്ഷൻസ് തരുന്നതെന്ന്. ഇതാണ് ഫോൾസ് ഡിലേമയുടെ ഉദാഹരണം. അടുത്ത എക്സാമ്പിൾ ആണ് സ്ലിപ്പറി സ്ലോപ്പ് എന്നുള്ളത്. പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഫെലസിയാണിത്. ദ സ്ലിപ്പറി സ്ലോപ്പ് ഫെലസി വർക്ക്സ് ബൈ മൂവിംഗ് ഫ്രം എ സീമിംഗ്ലി ബിനൈൻ പ്രിമൈസ് ഓർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് വർക്കിംഗ് ത്രൂ എ നമ്പർ ഓഫ് സ്മോൾ സ്റ്റെപ്പ് ടു ആൻ ഇംപ്രോബബിൾ എക്സ്ട്രീം. പല വഴക്കുകളുടെ ഇടയിലും കാണാവുന്ന ഒരു ഫെലസിയാണിത്.
ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങും, ശരിയാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ചെറിയ പോയിന്റിൽ നിന്ന് തുടങ്ങി വാദിച്ച് 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 പല സ്റ്റേറ്റ്മെന്റുകളിലൂടെ കടന്ന് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എത്തി നിൽക്കും. The slippery slope fallacy suggests that unlikely or ridiculous outcomes are likely when there is just not enough evidence to think so. ഇതും നിത്യജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു ഫെലസിയാണ്. ഒരു ഉദാഹരണം നോക്കാം. If we teach Polly how to drive the car, she or he will want to learn how to fly helicopters next. ഇന്നിപ്പം അവളെ ഇത് ചെയ്യാൻ സമ്മതിച്ചാൽ നാളെ അവൻ ഇതിൻ്റെ ഇരട്ടി ചെയ്യും. അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം പറഞ്ഞിട്ട് ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് വീട്ടിൽ വഴക്ക് കേട്ടിട്ടുള്ള ആളുകൾക്ക് സ്ലിപ്പറി സ്ലോപ്പ് ഇനിയും മറക്കാൻ ഒരു സാധ്യതയുമില്ല. ഇവിടെ പറയുന്നത് എന്താ? പോളിയെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചാൽ അവൻ അല്ലെങ്കിൽ അവൾ അടുത്തതായിട്ട് ഇനി ഹെലികോപ്റ്റർ പറത്താൻ പഠിക്കണമെന്ന് പറയുമെന്ന്. എന്തൊരു തരം ഫെലസിയാണല്ലേ സ്ലിപ്പറി സ്ലോപ്പ്. അടുത്തതാണ് സർക്കുലർ ആർഗ്യുമെന്റ്. വെൻ എ പേഴ്സൺസ് ആർഗ്യുമെന്റ് ഈസ് ജസ്റ്റ് റിപ്പീറ്റിംഗ് വാട്ട് ദേ ഓൾറെഡി അസ്യൂംഡ് ബിഫോർ ഹാൻഡ്, ഇറ്റ്സ് നോട്ട് അറൈവിംഗ് അറ്റ് എനി ന്യൂ കൺക്ലൂഷൻ, അതിനെ നമുക്ക് സർക്കുലർ ആർഗ്യുമെന്റ് എന്ന് വിളിക്കാം. ഒരു കാര്യം പറഞ്ഞതിനെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സർക്കുലർ ആർഗ്യുമെന്റ്സ് ആർ ഓൾസോ കോൾഡ് പെറ്റിറ്റ്യോ പ്രിൻസിപ്പി, മീനിങ് അസ്യൂമിങ് ദ ഇനീഷ്യൽ തിങ്. തുടക്കത്തിൽ പറഞ്ഞ കാര്യം അസ്യൂം ചെയ്ത് അതിനു മുകളിൽ വീണ്ടും 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 ആർഗ്യൂ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അത്തരം ആർഗ്യുമെന്റുകളിലെ ഫെലസിയാണ് സർക്കുലർ ആർഗ്യുമെന്റ് ഫെലസി എന്ന് പറയുന്നത്. ഇതിനെ ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് മിസ് ട്രാൻസ്ലേറ്റ് ചെയ്തും നമ്മൾ പഠിക്കാറുണ്ട്. അക്കോർഡിംഗ് ടു മൈ തോട്ട്സ് മൈ ബ്രെയിൻ ഈസ് റിലയബിൾ. ചിലർ പറയാറില്ലേ സ്വയം പൊക്കുക എന്ന് നമ്മൾ പറയും, SP. എൻ്റെ ചിന്തയനുസരിച്ച് ഞാൻ വളരെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അത്തരം ആർഗ്യുമെന്റുകൾ, ഇതാണ് സർക്കുലർ ആർഗ്യുമെന്റിന് ഉദാഹരണം. അടുത്തതാണ് ഹേസ്റ്റി ജനറലൈസേഷൻ. നാം പലപ്പോഴും വ്യക്തിപരമായി ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യാറുള്ള ഒരുതരം ഫെലേഷ്യസ് ആയിട്ടുള്ള തോട്ടാണിത്. ഹേസ്റ്റി ജനറലൈസേഷൻസ് ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് വിതൗട്ട് സഫീഷ്യന്റ് എവിഡൻസ് ടു സപ്പോർട്ട് ദം. നമ്മൾ പല കാര്യങ്ങളും സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ലിസിറ്റ് അസംഷനിലൂടെ അൺവാറന്റഡ് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്, ഓവർ സ്റ്റേറ്റ്മെന്റ് ഓർ എക്സാജറേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താണ് ഹേസ്റ്റി ജനറലൈസേഷൻ എന്നുള്ള ഫെലസിയിലേക്ക് എത്തുന്നത്. ഈ ഉദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിഗണിച്ചതാണ്, ഒന്നുകൂടി പറയാം. സം ടീനേജേഴ്സ് ഇൻ അവർ കമ്മ്യൂണിറ്റി റീസെന്റ് വാൻഡലൈസ് ദ പാർക്ക് ഡൗൺ ടൗൺ. ടീനേജേഴ്സ് ആർ സോ ഇറസ്പോൺസിബിൾ ആൻഡ് ഡിസ്ട്രക്റ്റീവ്. ഏതോ കുറച്ച് ചെറുപ്പക്കാർ പാർക്ക് നശിപ്പിച്ചു, പാർക്ക് വാൻഡലൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറയുകയാണ് ടീനേജേഴ്സ് എല്ലാം മോശമാണെന്ന്, അല്ലെങ്കിൽ ടീനേജേഴ്സ് എല്ലാം ഇറസ്പോൺസിബിൾ, ഉത്തരവാദിത്തമില്ലാത്തവരും നശിപ്പിക്കുന്ന സ്വഭാവമുള്ളവരുമാണെന്ന്. ഇത്തരം ഫെലസീസ് ആണ് ഹേസ്റ്റി ജനറലൈസേഷൻ. അടുത്തതാണ് റെഡ് ഹെറിംഗ്. ഈ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ് ഇഗ്നറേഷ്യോ LNG. എ റെഡ് ഹെറിംഗ് ഇംഗ്ലീഷിലെ ഒരു വാക്കാണ്, ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ്. തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഒരു ക്ലൂ. നമ്മൾ ഈ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ക്ലൂകളില്ലേ, അല്ലെങ്കിൽ പ്രധാന പോയിന്റിൽ നിന്ന് ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരം സ്റ്റേറ്റ്മെന്റുകൾ, ആ ഫെലസിയാണ് റെഡ് ഹെറിംഗ് ഫെലസി എന്ന് പറയുന്നത്. എ റെഡ് ഹെറിംഗ് ഈസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം ദ ആർഗ്യുമെന്റ്, ടിപ്പിക്കലി വിത്ത് സം സെന്റിമെന്റ് ദാറ്റ് സീംസ് ടു ബി റെലവെന്റ് ബട്ട് ഈസ്ന്റ് റിയലി ഓൺ ദ ടോപ്പിക്. ടോപ്പിക്കിൽ നിന്ന് പുറത്തുപോയി വീട്ടിൽ വഴക്കുണ്ടാവുമ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മളോട് പലപ്പോഴും പറയുന്നത്, എത്ര പേരാ പട്ടിണി കിടക്കുന്നതെന്ന് നിനക്കറിയാമോ, പെട്ടെന്ന് ചോറ് തിന്നെ. ശരിക്കും ചോറ് തിന്നുന്നതിന്റെ പ്രയോജനത്തെ പറ്റി പറയാതെ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. ചോറ് കഴിക്കേണ്ടത് ആവശ്യമാണെന്നും വളർച്ചയ്ക്ക് സഹായമാണെന്നും അതിലൂടെയാണ് ന്യൂട്രിയൻസ് ലഭിക്കേണ്ടതെന്നും കഴിച്ചില്ലെങ്കിൽ വളർച്ച മുരടിച്ചു പോകുന്നൊക്കെ പറയുന്നതിന് പകരം എളുപ്പത്തിൽ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. താഴെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ദെയർ ആർ സ്റ്റാർവിംഗ് ചിൽഡ്രൻ ഇൻ ആഫ്രിക്ക, ഈറ്റ് യുവർ ഫുഡ്. ആഫ്രിക്കയിൽ പട്ടിണി കിടക്കുന്ന എത്ര പേരുണ്ടെന്ന് നിനക്കറിയോ, വേഗം ഫുഡ് കഴിച്ചേ. കേട്ടിട്ടുള്ള ഉദാഹരണമാണ് അല്ലേ. ടിപ്പിക്കലി ദ ഡിസ്ട്രാക്ഷൻ സൗണ്ട്സ് റെലവെന്റ് ബട്ട് ഈസിന്റ് ക്വയറ്റ് ഓൺ ടോപ്പിക്. ദിസ് tactic is common when someone doesn't like the current topic and wants to detour into something else instead. ടോപ്പിക്ക് മാറ്റുവാൻ വേണ്ടി, വിഷയം മാറ്റുവാൻ വേണ്ടി റെഡ് ഹെറിംഗ് ഫെലസി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് നിത്യജീവിതത്തിൽ കാണാം. ഇനി നമുക്ക് ഈ പഠിച്ച ഫെലസികളെ ബേസ് ചെയ്ത് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. നിങ്ങളുടെ ഓർമ്മയിലേക്ക് പഠിച്ച ഇൻഫർമേഷൻ കൊണ്ടുവരുന്നതിന് ആക്റ്റീവ് റീകോൾ എന്ന് പറയും. പഠിച്ച കാര്യത്തെ പറ്റി ശ്രദ്ധയോടുകൂടി ഓർത്തെടുക്കുന്നത്
പഠനത്തെ എളുപ്പമാക്കാനും നീണ്ടകാലം ഓർത്തു വെക്കാനും സഹായിക്കും. നോട്ട് എഴുതുമ്പോഴും ഇതേ കാര്യമാണ് സംഭവിക്കുന്നത്. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫെലസി. ഐ ഫിഗേർഡ് ദാറ്റ് യു കുഡ്ന്റ് പോസിബിളി ഗെറ്റ് ഇറ്റ് റൈറ്റ്, സോ ഐ ഇഗ്നോർഡ് യുവർ കമന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. അഡ് ഹോമിനം ആണോ, അഡ് ഇഗ്നറേഷ്യം ആണോ, സ്ലിപ്പറി സ്ലോപ്പ് ആണോ, ഹേസ്റ്റി ജനറലൈസേഷൻ ആണോ? ഇവിടെ വ്യക്തിയെയാണ് ആക്രമിക്കുന്നത്. ഐ ഫിഗേർഡ് ദാറ്റ് യു കുഡ്ന്റ് പോസിബിളി ഗെറ്റ് ഇറ്റ് റൈറ്റ്. നീ ഒരു പൊട്ടനാന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്റെ അഭിപ്രായത്തെ പരിഗണിച്ചില്ല. അഡ് ഹോമിനമാണ് ഇവിടുത്തെ ഫെലസി. അടുത്തതാണ് യു ക്ലെയിം എതീസ്റ്റ് ക്യാൻ ബി മോറൽ, യെറ്റ് ഐ ഹാപ്പൻ ടു നോ യു അബാൻഡൻഡ് യുവർ വൈഫ് ആൻഡ് ചിൽഡ്രൻ. നീ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു, അവിശ്വാസികൾ, ദൈവത്തിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് ദേ ക്യാൻ ബി മോറൽ, അവർക്ക് നോർമലായിട്ട് സമൂഹത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് മൊറാലിറ്റിയോടെ ജീവിക്കാൻ സാധിക്കുന്നു. പക്ഷെ എനിക്കറിയാലോ നിങ്ങൾ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച ഒരാളാണെന്ന്. അത് ഈ ആർഗ്യുമെന്റുമായിട്ട് ബന്ധമൊന്നുമില്ലാത്തൊരു കാര്യമല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന പോയിന്റ് ഏതാണ്? അഡ് ഹോമിനം ആണോ, അഡ് ഇഗ്നറേഷ്യം ആണോ, സ്ലിപ്പറി സ്ലോപ്പ് ആണോ, ഹേസ്റ്റി ജനറലൈസേഷൻ ആണോ? ഇവിടെയും പോയിന്റിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം വ്യക്തിയെയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശരിയായ ഉത്തരം അഡ് ഹോമിനം ആണെന്ന് കാണാം. അടുത്ത ചോദ്യം, ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ ആൻഡ് ടുഡേ ഐ ഹാവ് എ കോൾഡ്. ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ ആൻഡ് ടുഡേ ഐ ഹാവ് എ കോൾഡ്, ദെയർഫോർ ദ റെയിൻ ഗേവ് മീ എ കോൾഡ്. അത് എൻ്റെ വീട്ടിൽ പറയുന്ന ഒരു ഫെലസിയാണ്. ഇടയ്ക്ക് കേൾക്കാറുണ്ട്, ഇന്നലെ മഴയത്ത് നീ ഇറങ്ങി കാണും, അല്ലെ ഐസ് വാട്ടർ കുടിച്ചാണ്, അതുകൊണ്ടാണ് ഇന്ന് നിനക്ക് പനി പിടിച്ചതെന്ന്. ഇതെന്തിന് ഉദാഹരണമാണ്? അഡ് ഹോമിനം, അഡ് ഇഗ്നറേഷ്യം, സ്ലിപ്പറി സ്ലോപ്പ്, ഹേസ്റ്റി ജനറലൈസേഷൻ. ഇത് ഹേസ്റ്റി ജനറലൈസേഷന് ഉദാഹരണമാണ്. മഴ നനഞ്ഞാൽ പനി പിടിക്കും. അത് ഫലേഷ്യസ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണെന്ന് ഓർത്തു വെക്കാം. അടുത്തതാണ് ഐ നോ ഐ ഫോർഗോട്ട് ടു ഡെപ്പോസിറ്റ് ദ ചെക്ക് ഇൻ ടു ദ ബാങ്ക് യെസ്റ്റർഡേ ബട്ട് നത്തിങ് ഐ ഡു പ്ലീസസ് യു. ഇന്നലെ ചെക്ക് ബാങ്കിൽ കൊടുക്കാൻ മറന്നുപോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ല, എന്നെ പിടിക്കത്തില്ല. കേട്ടിട്ടില്ലേ ഇത്തരം ഫെലസീസ്? ഒരു കാര്യം മറന്നുപോയി, തെറ്റുണ്ട്, പക്ഷെ അതിനുള്ള ന്യായീകരണമോ മറുപടിയോ പറയുന്നതിന് പകരം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. അഡ് ഹോമിനം ആണോ, റെഡ് ഹെറിംഗ് ആണോ, ഫോൾസ് അനാലജി ആണോ, ഹേസ്റ്റി ജനറലൈസേഷൻ ആണോ? ഇങ്ങനെ ശ്രദ്ധ മാറ്റുന്നതിനെ റെഡ് ഹെറിംഗ് എന്ന ഫെലസിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതാണ് ഐ ആം എ ഗുഡ് വർക്കർ ബിക്കോസ് ഫ്രാങ്ക് സെയ്സ് സോ. ഹൗ ക്യാൻ വി ട്രസ്റ്റ് ഫ്രാങ്ക്? സിമ്പിൾ, ഐ വിൽ വൗച്ച് ഫോർ ഹിം. ഞാനൊരു നല്ല വർക്കറാന്ന് ഫ്രാങ്ക് പറയുന്നുണ്ട്. ഇനി ഫ്രാങ്കിനെ എങ്ങനെ വിശ്വസിക്കാം? ഞാൻ പറയാം അവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്ന്. ഇത് എളുപ്പമുള്ള ഒരു ചോദ്യം അല്ലേ? ഇത് സർക്കുലർ ആർഗ്യുമെന്റിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത ചോദ്യമാണ് ദ ഗവൺമെന്റ് ഡസന്റ് ടേക്ക് കെയർ ഓഫ് ദി പുവർ ബിക്കോസ് ഇറ്റ് ഡസന്റ് ഹാവ് എ ടാക്സ് സ്പെസിഫിക്കലി ടു സപ്പോർട്ട് ദ പുവർ. എന്താ പറയുന്നത്? ഗവൺമെന്റ് പാവങ്ങളെ സഹായിക്കുന്നില്ല, അല്ലെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് പറയുന്ന റീസണോ, പാവപ്പെട്ടവരുടെ അടുത്തു നിന്ന് ഗവൺമെന്റ് ടാക്സ് വാങ്ങുന്നില്ല എന്ന്. പാവങ്ങളിൽ നിന്ന് ടാക്സ് വാങ്ങുന്നില്ല എന്നുള്ള പോയിന്റിന് ന്യായീകരണമൊന്നും ഗവൺമെന്റ് പറയുന്നില്ല. ഗവൺമെന്റ് ഒരിക്കലും പറയുന്നില്ല പാവങ്ങളുടെ അടുത്തു നിന്ന് ടാക്സ് വാങ്ങാത്തതിന്റെ കാരണം എന്താണ്. ആ പോയിന്റിനെ അല്ല ഇവിടെ ന്യായീകരിക്കുന്നത്. പകരം ഗവൺമെന്റ് ഡസന്റ് ടേക്ക് കെയർ ഓഫ് ദി പുവർ എന്നുള്ളതിനെ, പാവങ്ങളെ സഹായിക്കുന്നില്ല എന്നുള്ള കാരണം പറയുവാൻ വേണ്ടി മറ്റൊരു പോയിന്റിനെയാണ് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതനുസരിച്ച് ഏതാണ് ഇതിൽ? സ്ലിപ്പറി സ്ലോപ്പ് ആണോ, റെഡ് ഹെറിംഗ് ആണോ, സർക്കുലർ ആർഗ്യുമെന്റ് ആണോ, സ്ട്രോമാൻ ആണോ? ശരിയായ ഉത്തരം സ്ട്രോമാൻ ആണെന്ന് കാണാം. ഇവിടെ ഒരു കോലത്തെ നമ്മൾ നോക്കുകുത്തിയ വയലിൽ വെക്കുന്നത് പോലെ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ ചർച്ചയിൽ പറയാത്ത ഒരു പോയിന്റിനെ പറ്റി ഗവൺമെന്റോ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളോ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കാത്ത ഒരു പോയിന്റിനെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് സ്ട്രോമാൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് വി ലെറ്റ് സ്റ്റുഡൻസ് വിയർ സ്ലീവ്ലെസ് ഷർട്ട്സ് then before you know it they will be wearing no shirts at all. സ്ലീവ്ലെസ് ഷർട്ട് ഇടാൻ സമ്മതിച്ചാൽ നിങ്ങൾ അറിയുന്നതിന് മുമ്പേ, അധിക നാൾ കഴിയുന്നതിന് മുമ്പേ അവർ ഷർട്ടേ ഇടാതെ വരാൻ തുടങ്ങുന്നു. ഇതേതാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. സ്ലിപ്പറി സ്ലോപ്പ് ആണോ, റെഡ് ഹെറിംഗ് ആണോ, സർക്കുലർ ആർഗ്യുമെന്റ് ആണോ, ഹേസ്റ്റി ജനറലൈസേഷൻ ആണോ?
വളരെ ചെറിയൊരു പോയിന്റിൽ നിന്ന് തുടങ്ങി അത് ലോജിക്കലാന്ന് തോന്നാം അല്ലേ, അതിൽ നിന്ന് എക്സാജറേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഒപ്പീനിയനിലേക്ക് എത്തുന്നതിനെയാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇതുപോലെ രസകരമായ എന്തെങ്കിലും എക്സാമ്പിൾസ് ഫെലസീസിനുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്കും വായിച്ച് വേഗം ഇത് രസകരമായി പഠിച്ചാൽ തീർച്ചയായിട്ടും ഓർത്തിരിക്കാൻ, പരീക്ഷയിൽ ശരിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതിന് മറ്റു ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.